പിന്നെ ബൾട്ടിയെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയില്ല, എൻ്റെ അടുത്തൊരു സിനിമയും ഞാൻ ഒരിക്കലും ഇങ്ങനെ പ്ലാൻ ചെയ്യില്ല. ഇതങ്ങനെ പ്ലാൻ ചെയ്തല്ല, സംഭവിച്ചു പോയതാ. 92 ദിവസം സിംഗിൾ ഷെഡ്യൂൾ, അതായത് 92 days സിംഗിൾ ഷെഡ്യൂൾ. ഇതിൽ സോഡ ഫാക്ടറി ഫൈറ്റ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവനും നമ്മുടെ ക്യാമറമാൻ അലക്സയെ പുള്ളിക്കല, അലക്സേട്ടൻ രണ്ടുപേർക്കും ടൈഫോയിഡ് ആയിരുന്നു, ഡെങ്കു ആയിരുന്നു. ടൈഫോയിഡ് രണ്ടുപേരും എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞങ്ങൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പോയി ട്രിപ്പ് കയറ്റാൻ പോകും. ട്രിപ്സ് കയറ്റിയിട്ട് നമ്മൾ സെറ്റായി കഴിഞ്ഞ് ഇങ്ങോട്ട് വരും, ഷൂട്ട് ചെയ്യും. വൈകുന്നേരം ഷൂട്ട് കഴിഞ്ഞാൽ ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, ഒരു മണിക്കൂർ താഴത്തെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാനുള്ള സാധനമൊക്കെ ആ സമയത്ത് പോയി പിന്നെയും ബാക്കി ട്രിപ്സ് കയറ്റിയിട്ട് തിരിച്ചു വന്ന് ഷൂട്ട്. ഇത് കയ്യിൽ നിന്ന് അടിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ ഷെയിൻ്റെ ഒരു അണ്ടർഗ്രൗണ്ട് ഫൈറ്റ്, ഷെയിൻ്റെ ഒരു അണ്ടർഗ്രൗണ്ട് ഇതിൽ ഫൈറ്റ് ഉണ്ട്. അതെടുക്കുമ്പോൾ ഞാനും പുള്ളിയൊക്കെ പീക്കാ. ഇന്നലെ ഞങ്ങൾ എടുത്ത്, പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും ഈ സിനിമയിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ നിന്നാൽ ഞാനും അലക്സേട്ടനും പുള്ളിക്കാരൻ്റെ ഫൈറ്റൊക്കെ എടുക്കാൻ ഭയങ്കര താല്പര്യമുള്ളതാണ്. ഞാനും അലക്സേട്ടൻ ഏറ്റവും വെയിറ്റ് ചെയ്ത് മൊമെൻ്റാണ് ഈ അണ്ടർഗ്രൗണ്ട് ഫൈറ്റൊക്കെ. സോ അതുകൊണ്ടാണ് സ്ക്രീനിൽ നിന്ന് ഒരിക്കലും അതിൻ്റെ കുറവ് ഫീൽ ചെയ്യാത്തത്. പക്ഷെ ഞങ്ങളന്ന് ഇങ്ങനെയായിരുന്നു തന്നെ. പക്ഷെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ടൈമിംഗ് എന്ന് പറയുമ്പോൾ രാവിലെ 6:30 to രാത്രി 9:30 വരെയൊക്കെയാണ്. തമിഴിലൊക്കെ പറയുമ്പോൾ 10 to 6 ടൈമിംഗ് ഒക്കെ മാറും. ഈ ഒരു ടൈമിങ്ങിൽ ഞങ്ങൾ എനിക്ക് 8 or 10 24 അടിച്ചിട്ടുണ്ട്, 24 hours ഷൂട്ടൊക്കെ. സോ 92 days സിംഗിൾ ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഇന്റർവെൽ ഫൈറ്റ് കഴിയുന്ന അടുത്ത ദിവസം വൺ ഓഫ് ദ മേജർ വേറൊരു സീക്വൻസിലോട്ടാണ് സ്വിച്ച് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സ് എല്ലാവരും മാറും, ജമ്പ് ചെയ്യുക. ആസ് എ ക്രിയേറ്റർ എനിക്കെന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്റർവെൽ കഴിഞ്ഞു അടുത്തൊരു ലൈറ്റ് സീനിലോട്ട് പോയി അടുത്ത ഹൈലോട്ട് പോകാം. സോ ഇന്റർവെൽ കഴിഞ്ഞതും അടുത്ത് കബഡി ആണെങ്കിൽ വൺ ഓഫ് ബിഗ് സ്റ്റിച്ചിങ്. ഇതെല്ലാം ചാലഞ്ചിങ് ആയി തോന്നി. ഞാനെന്ന വർക്ക് ചെയ്യുന്ന ഡയറക്ടർക്ക് എനിക്ക് എന്നോട് തന്നെ ഓക്കെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുമെന്നുള്ള എനിക്ക് എന്നോട് ഓക്കെടാ കുഴപ്പമില്ല, നീ അത് മാനേജ് ചെയ്യുമെന്ന് തോന്നുന്ന മൊമെൻറ്റ്സ് ആണ് ഇതെല്ലാം. അങ്ങനെയുള്ള കുറേ മൊമെൻറ്റ്സുകൾ കടന്നു വന്നു. അതിലൊക്കെ ഇവരുടെ സപ്പോർട്ടാണ്. ബിക്കോസ് ഞാൻ എങ്ങനെയായാലും ഈ ബിഗ് പരിപാടികൾ പ്ലാൻ ചെയ്താൽ മതി, അത് ഇവർ ചെയ്യണം. ഫിസിക്കലി ഇവരുടെ കയ്യിൽ നിന്ന് പോകുന്ന ഏരിയ ഇന്റർവെൽ ഫൈറ്റ് ആയിട്ട് അടുത്ത് കബഡി എന്ന് പറയുമ്പോൾ അവിടുന്ന് കഴിഞ്ഞ് 9 മണിക്ക് കടന്നുറങ്ങി അടുത്ത 5 മണിക്ക് അടിച്ച് ഒരു കബഡി കളിക്കാൻ വരണം. അല്ല, അതിന് ഈ ട്രെയിനിങ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടോ. കാരണം നമ്മൾ 10-40 ദിവസം ഇങ്ങനെ തന്നെ നമ്മുടെ ബോഡി അതുമായിട്ട് സെറ്റ് ആവുമല്ലോ. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഇഞ്ചുറി വന്നാൽ പെട്ടെന്ന് ഹീലാവും. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ഐസ് പാക്കും ഈ സാധനങ്ങളെല്ലാം പ്രൊഡക്ഷൻ ബോയ്സ്, പ്രൊഡക്ഷൻ ടീംസ്, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ്, നമ്മുടെ കൺട്രോളേഴ്സ്, കിഷോർ എന്ന് പറഞ്ഞ പുള്ളിക്കാരാണ് കൺട്രോൾ, കിഷോറേട്ടൻ, ജോബി, അതുപോലെ ഭയങ്കര വലിയ ക്രൂ ആണ്. സെറ്റിൽ തന്നെ എനിക്ക് ഒരുപാട് ആൾക്കാർ, ഇഷ്ടം 250 ആൾക്കാരുണ്ട്. ഇത്രയും ആൾക്കാരുള്ളതുകൊണ്ട് എല്ലാം നമ്മളെ ഇങ്ങനെ അങ്ങോട്ട് സ്മൂത്ത് ആക്കി. നമുക്ക് ഓൾറെഡി കബഡി ട്രെയിനിങ്ങിന്റെ സമയത്ത് തന്നെ ഓരോരുത്തർക്കും ഓരോ ഐസ് ബാഗും മറ്റേ ഐസ് പാക്കിന്റെ സാധനവും ഒരു കിറ്റ് മറ്റേ സ്പ്രേയുടെ സാധനവും എല്ലാം കൂടെ ഒരു കിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇഞ്ചുറി ആയി കഴിഞ്ഞാൽ ഐസ് പാക്ക് വെക്കുക, സാധനം സെറ്റ് ആക്കുക. കാരണം ഐസ് അപ്പം തന്നെ വെച്ച് കഴിഞ്ഞാൽ തന്നെ കുറെ ഇഞ്ചുറി പെട്ടെന്ന് ഹീലാവും. ഞാൻ വിചാരിച്ചു 40-50 ദിവസം ഇവന്റെ കയ്യോ കാലം തല്ലി പിടിച്ചൊരു ബ്രേക്ക് ഒക്കെ കൂടാകും.